Hello everyone, welcome back to English class. How are you all? I hope you all are fine at home. Now let's revise what we had studied in our previous class. In our previous class, we had discussed a story. The name of the story is How the Hippo Got a Tiny Tail. Yes, what's the name of the story? How the Hippo Got a Tiny Tail. Once again, I am going to summarize the half part of the story. Listen it carefully. Long ago, only the lion had a tail. Other animals had lot of problem with flies and other insects. At last, king of the jungle, who is that? Yes, lion decided to give tails to all the other animals in the jungle. This news heard, every animal went quickly to get a tail. But at first fox reached the land's near. So he picked up the best and the bushiest tail. Then came the squirrel, the wild horse and then wolf. So these animals got big and bushiest tail. This is the half part of the story. പണ്ട് എന്തായിരുന്നു പറഞ്ഞത്? ലയണിന് മാത്രമേ ടെയിൽ ഉണ്ടായിരുന്നു. അതർ ആനിമൽസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആരെ കൊണ്ടൊക്കെ? ഹൗസ് ഫ്ലൈയും ആൻഡ് അതർ ഇൻസെക്ട്സും ഒക്കെ അവരെ എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നു. ഈ ശല്യം അല്ലേ, ഇതൊക്കെ എന്താണ് അവരുടെ രാജാവായ ലയണിനോട് ചെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ലയൺ ഒരു തീരുമാനമെടുത്തു, എല്ലാ ആനിമൽസിനും ടെയിൽ കൊടുക്കാനായിട്ട്. ഈ ന്യൂസ് കേട്ടപാടെ എല്ലാ ആനിമൽസും വേഗത്തിൽ ലയണിൻ്റെ അടുത്തോട്ട് ഓടി. ബട്ട് ഒരു ആനിമൽ, അതാരായിരുന്നു? ഹിപ്പോ. ഹിപ്പോ മാത്രം പോയില്ല. എന്തുകൊണ്ടാണ്? ഒരു മടിയനായിരുന്നു ഹിപ്പോ. അവൻ്റെ എന്തായിരുന്നു അവൻ്റെ ചിന്തകൾ? ആദ്യം എന്തെങ്കിലും കഴിക്കുക, പിന്നെ കുറേ നേരം റെസ്റ്റ് എടുക്കുക, അതിനുശേഷം പോകാമെന്ന് തീരുമാനിച്ചു. ഈ ന്യൂസ് കേട്ടപാടെ ആദ്യം ലയണിൻ്റെ അടുക്കൽ ചെന്ന ആരായിരുന്നു? ഫോക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്ക്വിറൽ, അത് കഴിഞ്ഞ് വൈൽഡ് ഹോഴ്സ്, അത് കഴിഞ്ഞ് വൂൾഫ്. സോ എന്ത് സംഭവിച്ചു? ഈ ആനിമൽസിന് നല്ല തിക്കായിട്ടുള്ള ലോട്ട് ഓഫ് ഹെയറോട് കൂടി ബുഷിയസ്റ്റ് ടെയിൽ കിട്ടി. അവിടെ ലയണിൻ്റെ ഡെന്നിൻ്റെ അടുക്കൽ, അതായത് ആ കേവിൻ്റെ അടുക്കൽ ബിഗ് പൈൽ ഓഫ് ടെയിൽസ് ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ് ആനിമൽസിന് വന്ന് അവർക്ക് ഇഷ്ടമുള്ള ടെയിൽ എടുത്തുകൊണ്ട് പോകാം. അതായിരുന്നു ലയണിൻ്റെ തീരുമാനം. ഓക്കെ, ടേക്ക് യുവർ ടേസ്റ്റ്. പേജ് നമ്പർ 22. പേജ് നമ്പർ 22. ലിസൺ. ആദ്യം ഞാൻ വായിക്കാം. ലിസൺ. By the time the hippo got up from his long sleep, it was evening. He remembered that he had to get a tail. He went to the lion's cave. There was only one tail left. No other animal had wanted a tiny, thin tail. Listen. By the time the hippo got up from his long sleep, it was evening. അങ്ങനെ ഹിപ്പോ കഴിക്കുകയും റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ എപ്പോഴായി സമയം? ഈവനിങ് ആയി. He got up from his long sleep. ഹിപ്പോ തൻ്റെ ലോങ് സ്ലീപ്പിൽ നിന്ന് പതിയെ എഴുന്നേറ്റു. He remembered that he had to get a tail. അപ്പോഴാണ് ഹിപ്പോ ഓർത്തത്, ഒരു ടെയില് അല്ലേ, ലയൺ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയായിരുന്നല്ലോ, എല്ലാ ആനിമൽസിനും ടെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഹിപ്പോ ഓർത്തത്, എനിക്കൊരു ടെയിൽ കിട്ടാനുണ്ടല്ലോ. He went to the lion's cave. There was only one tail left. പതിയെ ഹിപ്പോ അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു ടെയിൽ മാത്രമുണ്ട് അവിടെ, ഒരു ടെയിൽ മാത്രം അവശേഷിച്ചിരിക്കുന്നു.
No other animal had wanted a tiny thin tail. Other animals, അവരെല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ടെയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ടൈനി തിൻ ടെയിൽ, ചെറുതും വളരെ മെലിഞ്ഞതുമായിട്ടുള്ള ഒരു ടെയിൽ, അത് മറ്റുള്ള ആനിമൽസിന് വേണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് അവിടെ ഇട്ടിട്ട് പോയതാണ്. No other animals had wanted a tiny thin tail. By the time Hippo got up from his long sleep, ഹിപ്പോ തൻ്റെ ലോങ് സ്ലീപ്പിന് ശേഷം സമയം അതൊരു ഈവനിങ് ആയി. He remembered, that's a new word. So remembered. Remembered means to bring something back into your mind. To bring something back into your mind. ഓർത്തെടുക്കുക അല്ലേ? Remembered means ഓർത്തെടുക്കുക. To bring something back into your mind. To bring something back into your mind. ഇവിടെ എന്താണ് ഹിപ്പോ ഓർത്തെടുത്തത്? ഓർത്തെന്തായിരുന്നു? യെസ്, he had to get a tail. തനിക്കൊരു ടെയിൽ കിട്ടാനുണ്ടല്ലോ. He went to the lion's cave. There was only one tail left. Hippo slowly came into the lion's den. There he saw a tiny tail. അവിടെ എന്താ കണ്ടത്? ഒരു ടെയിൽ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയുള്ളതാണ്? ടൈനി, ചെറുതും തിന്നായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടെയിൽ. അതായിരുന്നു ഹിപ്പോയ്ക്ക് കിട്ടിയ ടെയിൽ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. All the animals could now chase away insects with the tails they had chosen. But the hippo's tail was too small to chase insects away. All the houseflies went after him. He ran to the river and sat down in the water. Even today, the hippo sits in water most of the time with his useless little tail. All because he was not on time to choose a good tail. Listen. All the animals could now chase away insects with the tails they had chosen. മറ്റുള്ള എല്ലാ ആനിമൽസും അവർക്ക് ഇഷ്ടമുള്ള ടെയിൽസ് എല്ലാം സെലക്ട് ചെയ്തു. അവരിപ്പോൾ എന്ത് ചെയ്യുന്നു? യെസ്, എന്തെങ്കിലും ഒരു ഫ്ലൈസോ അതർ ഇൻസെക്ട്സോ വന്നിരുന്നാൽ അവരെന്ത് ചെയ്യും? അവരുടെ ടെയിൽ ഉപയോഗിച്ചിട്ട് എല്ലാത്തിനെയും ഓടിച്ചു കളയും അല്ലേ? But the hippo's tail was too small to chase insects away. But ഹിപ്പോയുടെ ടെയിൽ എങ്ങനെയാണ്? വെരി ടൈനി ആൻഡ് സ്മോൾ ടെയിൽ അല്ലേ? ആ ടെയിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊരു യൂസ്ലെസ് ടെയിലാണ്, യാതൊരു ഉപയോഗമില്ലാത്തൊരു ടെയിലാണ്. ആ ടെയിൽ ഉപയോഗിച്ചിട്ട് ഇൻസെക്ട്സിനെയോ ഒന്നും ഓടിച്ച് കളയാൻ പറ്റുകയില്ല. സോ ഇപ്പോഴും ഹിപ്പോയ്ക്ക് എന്താണ് പ്രശ്നം? ഫ്ലൈസും ഇൻസെക്ട്സും എല്ലാം ഹിപ്പോയെ എപ്പോഴും അറ്റാക്ക് ചെയ്യും. All the houseflies went after him. He ran to the river and sat down in the water. All the houseflies and other insects went after him. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ബാക്കിയുള്ള ആനിമൽസ് എല്ലാം ടെയിൽ ഉള്ളതുകൊണ്ട് എന്താണ്? ഇൻസെക്ട്സിനെ ഓടിച്ചു വിടും. ഇപ്പോൾ എല്ലാ ഇൻസെക്ട്സും ഹൗസ് ഫ്ലൈസും ആരുടെ നേർക്കാണ്? യെസ്, ഹിപ്പോയുടെ നേരെയാണ് വരുന്നത്. എന്താണ്? അവർക്കും അറിയാം എന്താണ്? ഹിപ്പോയ്ക്ക് ഒരു ചെറിയ ടെയിലാണുള്ളത്, അത് വെച്ച് അവരെ ഓടിച്ചു വിടാൻ പറ്റുകയില്ല. All the houseflies went after him. He ran to the river. പേടിച്ച് ഹിപ്പോ എങ്ങോട്ടേക്ക് ഓടി? he ran to the river and sat down in the water. എന്ത് ചെയ്തു? വെള്ളത്തിൽ പോയി അങ്ങ് ഇരുന്നു. Even today, the hippo sits in water most of the time with his useless little tail. All because he was not on time to choose a good tail. Even today, ഇപ്പോഴും the hippo sits in water most of the time. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹിപ്പോയെ. ഹിപ്പോ ഇഷ്ടപ്പെടുന്ന എവിടെ ഇരിക്കാനാണ്? വാട്ടറിൽ സ്പെൻഡ് ചെയ്യാനാണ് ഹിപ്പോയ്ക്ക് താല്പര്യം. റീസൺ ഇതാണ്. എന്താണ്? ഇൻസെക്ട്സിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഈവൻ ടുഡേ ദി ഹിപ്പോ സിറ്റ്സ് ഇൻ വാട്ടർ മോസ്റ്റ് ഓഫ് ദ ടൈം. ഇപ്പോഴും ഹിപ്പോ
തൻ്റെ മുഴുവൻ സമയവും എവിടെയാണ്? വാട്ടറിൽ തന്നെയാണ് ഇരിക്കുന്നത്. With his useless little tail. Useless meaning having no use. Useless. U-S-E-L-E-S-S. Useless meaning having no use. No use. യാതൊരു ഉപയോഗവും ഇല്ലാത്ത. Most of the time with his useless little tail. All because he was not on time to choose a good tail. ഇതിനെല്ലാം കാരണം എന്തായിരുന്നു? ലയൺ ആ ഒരു ഡിസിഷൻ പറഞ്ഞ നേരത്തെ തന്നെ ഇപ്പോൾ അവിടെ ചെന്നിരുന്നെങ്കിൽ ഇപ്പോഴേക്ക് നല്ലൊരു ടെയിൽ കിട്ടിയേനെ. ഇപ്പം എന്താ സംഭവിച്ചത്? നല്ല ആ ഒരു സമയത്ത്, കൃത്യസമയത്ത് ഇപ്പോൾ എന്താണ് തനിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ടെയിൽ തിരഞ്ഞെടുക്കാഞ്ഞത് കൊണ്ടാണ് ഇപ്പോഴും ഇൻസെക്ട്സിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് അല്ലേ? because he was not on time to choose a good tail. അല്ലേ? ആ ഒരു സമയത്ത് പോയിരുന്നെങ്കിൽ ഇപ്പോഴേക്ക് നല്ലൊരു ടെയിൽ കിട്ടിയേനെ അല്ലേ? ആണ് ഈ സ്റ്റോറി. എല്ലാവരും ഈ സ്റ്റോറി ഒരു 5 പ്രാവശ്യം നല്ലതുപോലെ വായിക്കണേ. എല്ലാവരും വായിക്കണം. ഈ 2 പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കിയോ, മിസ് വായിച്ചു തരാം. By the time the hippo got up from his long sleep, it was evening. He remembered that he had to get a tail. He went to the lion's cave. There was only one tail left. No other animal had wanted a tiny thin tail. All the animals could now chase away insects with the tails they had chosen. But the hippo's tail was too small to chase insects away. All the houseflies went after him. He ran to the river and sat down in the water. Even today, the hippo sits in water most of the time with his useless little tail, all because he was not on time to choose a good tail. Okay, understood? Story എല്ലാവർക്കും മനസ്സിലായല്ലോ? Okay. ഇനി പേജ് നമ്പർ 23. Choose the correct answer and complete the sentence. ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. Since the lion had a tail. Since the lion had a tail. ലയണിന് ടെയിൽ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എന്ത് കുഴപ്പമില്ലായിരുന്നു? യെസ്, നോ ഇൻസെക്ട് ട്രബിൾഡ് ഹിം. ലയണിന് ടെയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നോ ഇൻസെക്ട് ട്രബിൾഡ് ഹിം. ഒരു ഇൻസെക്ട്സിൻ്റെയും കുഴപ്പവും ലയണിനെ ബാധിക്കുന്നില്ലായിരുന്നു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫോക്സ് ഗോട്ട് ദ ബെസ്റ്റ് ടെയിൽ ബിക്കോസ് ഫോക്സിന് നല്ല ബെസ്റ്റ് ടെയിൽ കിട്ടി. എന്തുകൊണ്ടെന്നാൽ എന്തായിരിക്കും ആൻസർ? യെസ്, he was the first to reach the lion. He was the first to reach the lion. ലയണിന്റെ അടുക്കൽ ആദ്യം എത്തിച്ചേർന്നത് ആരായിരുന്നു? ഫോക്സ് ആയിരുന്നു. So he got the best and bushiest tail. Third question. The hippo was. ഏത് വരും ആൻസർ? നിങ്ങൾ നോക്കിയേ. യെസ്, not in a hurry to get a tail. The hippo was not in a hurry to get a tail. ഹിപ്പോയ്ക്ക് യാതൊരു എന്തായിരുന്നു? ധൃതിയും ഇല്ലായിരുന്നു. തനിക്കൊരു ടെയിൽ വേണമെന്നോ ഇല്ലായിരുന്നു ആഗ്രഹം. ഹിപ്പോയ്ക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കണം, പിന്നെ കിടക്കണം, അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളേ ഉള്ളായിരുന്നു. സോ ആൻസർ എന്തായിരുന്നു ഇവിടെ? The hippo was not in a hurry to get a tail. നാലാമത്തെ ക്വസ്റ്റ്യൻ. The hippo got എന്ത് ടെയിലായിരുന്നു? യെസ്, അവസാനം എന്താണ്? ഒരു ടെയിൽ മാത്രമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു സ്മോൾ ആയിട്ടുള്ള തിൻ ആയിട്ടുള്ള ടെയിലായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരും? ബുഷിയസ് ടെയിൽ ഒരിക്കലും വരുന്നില്ല. അപ്പം സെക്കൻഡ് ആൻസർ ഏതാണ്? ദ ലാസ്റ്റ് ടെയിൽ. ദ ഹിപ്പോ ഗോട്ട് ദ ലാസ്റ്റ് ടെയിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ഹിപ്പോ ഹാഡ് മെറ്റ് ദ ലയൺ ഏർലിയർ. ഇപ്പോൾ ലയണിനെ നേരത്തെ തന്നെ ആദ്യം തന്നെ കണ്ടിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? യെസ്, he could have chosen a better tail. ഇപ്പോൾ ആദ്യ ലയണിന്റെ അടുക്കൽ എത്തിയിരുന്നെങ്കിൽ അവിടെ കിടന്ന പൈൽ ഓഫ് ടെയിൽസിൽ നിന്ന് ഏറ്റവും നല്ല ഒരു ടെയിൽ ഇപ്പോൾ സെലക്ട് ചെയ്തേനെ. പക്ഷെ ഇപ്പോൾ ഇല്ലല്ലോ. ഇവിടെ എന്താ ആൻസർ കൊടുക്കാം? If the hippo had met the lion earlier, yes, he could have chosen a better tail. He could have chosen a better tail. ഇതാണ് ആൻസർ. He could have chosen a better tail. ആദ്യമേ ലയണിന്റെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ. He could have chosen a better tail. ഓക്കെ, ഈ എക്സസൈസ് നോക്കാം.
എല്ലാവർക്കും മനസ്സിലായല്ലോ? സ്റ്റോറി എല്ലാവരും നല്ലപോലെ വായിക്കണേ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്